ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. 60 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്ററിന്റെ കൂടെ നമ്മളൊരു മൾട്ടി പ്ലഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടി പ്ലഗിന്റെ മുകളിലായിട്ട് ഈ യാർഡിന്റെ അഡാപ്റ്റർ കുത്തുക. അതിന് ശേഷം 3 പിൻ ടോപ്പ് സെൻട്രലായിട്ട് കുത്തി കൊടുക്കുക. ഈ അഡാപ്റ്ററിന്റെ കണക്ഷന് ഈ പച്ച സോക്കറ്റിന്റെ കൂടെ ജസ്റ്റ് ഈ ഹോൾസിനുള്ളിൽ കൂടി കയറ്റിയിട്ട് ഇതിൽ കണക്ഷൻ ഇങ്ങനെ കൊടുത്തേക്കുക. അതിനുശേഷം ഈ പ്ലഗ്, ഈ മൾട്ടി പ്ലഗ് ഡയറക്റ്റ് ആയിട്ട് കറണ്ടുമായി കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇൻക്യുബേറ്റർ വർക്ക് ചെയ്ത് തുടങ്ങി. ഇൻക്യുബേറ്റർ ഒരു അരമണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇൻക്യുബേറ്റർ ഓപ്പൺ ആക്കിയതിന് ശേഷം അടിയിൽ ന്യൂസ് പേപ്പർ ഇരിക്കുക, അതിൻ്റെ മുകളിൽ നെറ്റ് വെക്കുക. എന്നിട്ട് ഈ കമ്പിന്റെ അളവ് വരെ വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു കപ്പിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കോഴിമുട്ട വെച്ച് കൊടുക്കുക. കൂടുതൽ കോഴിമുട്ട വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാകത്തിന് വെച്ച് കൊടുക്കുക. കുറച്ച് കോഴിമുട്ട മാത്രമാണ് വെക്കുന്നെങ്കിൽ സെൻട്രലായിട്ട് വെക്കുക. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എല്ലാ കോഴിമുട്ടകളും കയ്യിൽ തട്ടിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചെടുക്കുക. ഒരു ദിവസം ഒരു 2 നേരം രാവിലെ വൈകുന്നേരം ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. എല്ലാ കോഴിമുട്ട കയ്യിൽ തട്ടിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴിമുട്ട ടെസ്റ്റ് ചെയ്യാം, കുഞ്ഞുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൊബൈലിൻ്റെ ഫ്ലാഷ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നരമ്പ് കാണാം. ഈ നരമ്പ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോഴിമുട്ട ഒഴിവാക്കാം. രാത്രിയിൽ അഥവാ നല്ല ഇരുട്ടുള്ള സമയത്താണ് കോഴിമുട്ട ചെക്ക് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. കോഴിമുട്ട ചെക്ക് ചെയ്യുന്നതിലൂടെ നീര് വന്ന് കംപ്ലൈൻ്റ് ആകുന്ന കോഴിമുട്ട ഒഴിവാക്കാൻ കഴിയും. കാരണം നീര് വന്ന് കേട് വന്നാൽ ബാക്കിയുള്ള കോഴിമുട്ടയും കേട് വരാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ കഴിയും. പിന്നെ ഇതിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പകുതി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. 18ാമത്തെ ദിവസം ഇതിൽ വെള്ളം ഫുള്ള് വെച്ച് കൊടുക്കണം. പിന്നെ 18 ദിവസം കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ട തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 20ാമത്തെ ദിവസം മുതൽ കോഴിമുട്ട പൊട്ടി തുടങ്ങുകയും 21 മുതൽ 22 ദിവസം വരെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയും. അതിനുശേഷം ബ്രൂഡറിലേക്ക് മാറ്റുക. ജസ്റ്റ് ഒരു കാർട്ടൂൺ ബോക്സിലാണ് ബ്രൂഡർ സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ബൾബ് കെട്ടി തൂക്കിയതിന് ശേഷം അടിയിൽ ന്യൂസ് പേപ്പർ വെച്ചെടുക്കുക. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കുക. പിന്നെ കുറച്ച് കോരിയിട്ട് ഒരു സൈഡിലായിട്ട് വിതറി കൊടുക്കുക.